വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 13 മാസമായി ജയിലിൽ കഴിയുന്ന നഗരസഭ 26ാം ഡിവിഷൻ കൗൺസിലർ PR അരവിന്ദാക്ഷനെ അയോഗ്യനാക്കാൻ നഗരസഭ അധികൃതർ നടപടിയെടുത്തില്ലെന്ന് കൗൺസിലർ ആസാദ് ആരോപിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ കൗൺസിലറായ 26ാം ഡിവിഷനിലെ കൗൺസിലർ ശ്രീ അരവിന്ദാക്ഷൻ ജയിലിൽ കഴിഞ്ഞ് 13 മാസം പിന്നിടുകയാണ്. ഈ 13 മാസ കാലാവധിക്കുള്ളിൽ അയാളുടെ അയോഗ്യതയെക്കുറിച്ചുള്ള നടപടികൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ 13 മാസം പിന്നിട്ട ആ കൗൺസിലർ ഇന്നും അയോഗ്യത എന്ന ലിസ്റ്റിൽ വരാതെ നിലനിൽക്കുകയാണ്. ഞാൻ 6ാം മാസം കൊടുത്ത പരാതിയെ തുടർന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ വളരെ വഴുകി. ഇപ്പോൾ 6ാം മാസം കൊടുത്ത പരാതി 11ാം മാസമാണ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്ക് അടിയന്തരമായ ആ കാര്യത്തെക്കുറിച്ച് 92 വകുപ്പ് എന്നാണ് മുനിസിപ്പൽ ആക്ട് 92 വകുപ്പ് പ്രകാരം നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടതായിട്ടാണ് അതിൽ കാണുന്നത്. 92 വകുപ്പ് പറഞ്ഞാൽ ഗുണവും ദോഷവും ഉണ്ട്. 92 വകുപ്പ് 92 വകുപ്പിൽ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് ഞാൻ അതിലേക്ക് പറയുന്നില്ലല്ലോ. പ്രത്യേക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സെക്രട്ടറി എന്ന് പറയുന്ന ആള് കഴിഞ്ഞ 3 മാസക്കാലം ഒരു കൗൺസിലർ 3 മാസക്കാലത്തെ ജനറൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ വന്നാൽ അയാൾ ഏത് കാരണമായിക്കോട്ടെ ആ വന്ന ആള് കൗൺസിലർ വരുന്നില്ല എന്നുള്ള വിവരം കൊടുക്കപ്പെടേണ്ടത് അറിയിക്കപ്പെടേണ്ട ഡിപ്പാർട്ട്മെന്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള മറ്റ് ഹെഡ് ഓഫീസുകളിലേക്ക് പ്രിൻസിപ്പൽ ഡയറക്ടർക്കൊക്കെ അയക്കേണ്ടതായ ആള് നഗരസഭയിലെ ആ കാലത്ത് നിൽക്കുന്ന സെക്രട്ടറി ആയിരിക്കണം. പക്ഷെ ഈ കാലം അത്രയും സെക്രട്ടറി എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഒരു അയോഗ്യതയിൽപ്പെട്ടതോ കാലാവധി കഴിഞ്ഞ 6 മാസം കഴിഞ്ഞതും 12 മാസം കഴിഞ്ഞതുമായ ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടില്ല, ഡയറക്ടറെ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന മറുപടി ചോദിച്ചുകൊണ്ടുള്ള ലെറ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നിരുത്തരവാദപരമായ സെക്രട്ടറി, വടക്കാഞ്ചേരി നഗരസഭയുടെ താൽക്കാലിക ചാർജുള്ള സെക്രട്ടറി, ഞാൻ അടിവരിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന താൽക്കാലിക ചാർജുള്ള സെക്രട്ടറി. ആ സെക്രട്ടറി ഇന്ന് വരെ CPM-നോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സെക്രട്ടറി, ന്യായങ്ങളെ അന്യായമാക്കുന്ന ഒരു തരം താഴ്ന്ന പ്രവൃത്തി നടത്തുന്ന വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി. ആ സെക്രട്ടറി ഇതുവരെയായിട്ടും ഇതിനെക്കുറിച്ചൊരു പരാതി പോലും ഇതിനെക്കുറിച്ചുള്ള നോട്ടീസ് വന്നതിന് പോലും മറുപടി കൊടുത്തിട്ടില്ല, അറിയിക്കപ്പെടേണ്ടത് അറിയിച്ചിട്ടില്ല. വളരെ ഗൗരവമേറിയ കൃത്യവിലോപം നടത്തിയ ഒരു സെക്രട്ടറിയെ ഉടനടി മാറ്റിയാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. താമസിച്ചാലും വൈകി വന്നാലും ഇപ്പോൾ 13 മാസം കഴിഞ്ഞു, അതിന് ന്യായീകരണ 3 മാസം ലീവ് കൊടുത്തു, 6 മാസത്തേക്ക് ലീവ് കൊടുത്തു. അങ്ങനെ 6, 3, 9 മാസത്തെ ലീവ് കഴിഞ്ഞപ്പോൾ 4 മാസം പിന്നിട്ടു. അപ്പോൾ 3 മാസം മീറ്റിംഗിന് വന്നിരിക്കും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ അയോഗ്യനായി കഴിഞ്ഞു പോകും. ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനും പ്രിൻസിപ്പൽ ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു. 3 തവണ തുടർച്ചയായി കൗൺസിലർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നാൽ നടപടിയെടുക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PJ ജയദീപ്, ജയൻ മംഗലം, KK അബൂബക്കർ, ബുഷറ റഷീദ്, സിദ്ദീഖ് KH എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.